ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി മുറിയിൽ വന്നിരുന്ന ആലോചന തുടങ്ങി. ആ സമയം എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ ദാനമായി തന്നതെന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതിയിടുന്നു. അതിനുശേഷം വേറൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വേറെ കാര്യങ്ങൾ എഴുതുന്നു. നമ്മുടെ ദേവയാനി എൻ്റെ മരുമകളല്ല എനിക്ക് കരൾ ദാനമായി തന്നത്. അങ്ങനെ പേപ്പറിൽ കുറേ അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് എഴുതി കഴിഞ്ഞപ്പോൾ 2 എണ്ണം പോരാ, 2 എണ്ണം കൂടി എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് 2-3 എണ്ണം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതുവാണ്. എൻ്റെ മരുമകൾക്ക് ഇതിലൊരു പങ്കുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ എഴുതും, പേപ്പർ കീറി എന്നിട്ടിങ്ങനെ ഇട്ട് നോക്കാനായിട്ട്. അങ്ങനെ എൻ്റെ മരുമകൾ എന്നോട് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നു, അല്ലെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം എൻ്റെ മരുമകൾക്ക് എന്നോടുണ്ട്. അതുകൊണ്ട് എൻ്റെ മരുമകൾക്ക് എന്നോട് വെറുപ്പാണ് എന്നും എഴുതി. അതുകൊണ്ട് അവളല്ല എനിക്ക് കരൾ ദാനമായി തന്നത് അങ്ങനെ എഴുതിയിടുന്നു. അങ്ങനെ ഒരു 3-4 എണ്ണം പുള്ളിക്കാരി അങ്ങ് എഴുതിയിട്ട് എല്ലാം മടക്കി ചുരുട്ടി അങ്ങനെ ഇട്ടു. എന്നിട്ട് ഇത് ടോസ് ഇട്ട് നോക്കാൻ, ഇങ്ങനെ ഇട്ട് നോക്കാൻ, അതിനകത്ത് ഒരെണ്ണം എടുക്കാനായിട്ടേ അങ്ങനെ ദേവേനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുക. അങ്ങനെ അതും എടുത്ത് നേരെ പൂജാമുറിയിലേക്ക് പോയി. പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഭഗവാനെ ഏതാണ്ട് എല്ലാം മനസ്സിലാക്കി നിൽക്കുന്നവളാണ് ഞാൻ, ഇനി ഭഗവാൻ കൂടി എൻ്റെ സംശയങ്ങൾ മാറ്റി തരണമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഭഗവാനോടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ വെച്ചിരിക്കുന്ന പേപ്പറിൽ നിന്നും ഒരു പേപ്പർ എടുത്തു. ആ പേപ്പർ എടുത്തിട്ട് ദൈവത്തിനോട് വീണ്ടും പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവണേ എന്നുള്ളൊരിതേ. ആ സമയം ദൈവം തന്നെ അത്ഭുതം പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ മരുമകൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ്, അതുകൊണ്ട് അവളുടെ സ്നേഹം ദാനമായി തന്നതാണ് എൻ്റെ കരൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് കരയുവാണ്, വാവിട്ട് കരയുക ദേവയാനി. എന്നിട്ട് ഭഗവാനെ, എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വന്നു കഴിഞ്ഞു, ഇനി അത് 100% എനിക്ക് ഉറപ്പിക്കണം എന്ന് ദേവയാനി ഇങ്ങനെ ഭഗവാനോട് പറയുക. അങ്ങനെ പ്രാർത്ഥിച്ച് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുക ദേവയാനി. അമ്പലത്തിൽ ചെന്ന് നിന്നിട്ട് ഇനി അധികമൊന്നും എനിക്ക് പറയാനില്ല എന്ന് ഭഗവതിയോട് പറയണം. എങ്കിലും ഉറപ്പ് വരുത്തേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇന്നത്തോടെ സത്യങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ സംശയം ശരിയായി വന്ന് ഞാൻ വീണ്ടും ഇവിടേക്ക് വരുമെന്നും ഭഗവാന്റെ മുന്നിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറയാൻ ഞാൻ വരുമെന്നും ഇതോടെ ഞാൻ മാറാൻ തീരുമാനിച്ചു എന്നൊക്കെ ഇതിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവതിയോടൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും തിരുമേനി ഇറങ്ങി വന്നു. എന്താ ഒറ്റയ്ക്കെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ തിരുമേനി, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വന്നുകൂടെ എന്ന് ദേവയാനി ചോദിക്കാം. അപ്പോൾ നല്ല വിഷമമുണ്ടല്ലോ മുഖത്ത്, വീട്ടിലെന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് തിരുമേനി ദേവയാനിയോട് ചോദിക്കുക. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് മൂർത്തി സാർ എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് കൊച്ചുമക്കളുടെയൊക്കെ പേരിൽ പൂജകളും വഴിപാടുകളും ഒക്കെ ഇവിടെ നടത്താറുണ്ടെന്നും പറഞ്ഞു. ഇവിടെ ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പേരിലും നയനയുടെ പേരിലും അച്ഛനും അമ്മയും മൃത്യുഞ്ജയ ഹോമവും അതുപോലെ മറ്റു അർച്ചനയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നെന്ന്. വീണ്ടും അതേ പൂജകൾ അച്ഛനും അമ്മയും മറ്റോ നടത്തിയിരുന്നെന്ന് ചോദിച്ചപ്പോൾ, മൃത്യുഞ്ജയ ഹോമം അങ്ങനെ എപ്പോഴും ഒന്നും നടത്താറില്ലല്ലോ, അത് തിരിച്ചടിയേ ഉണ്ടാക്കത്തുള്ളൂ. മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മാസത്തിലുള്ള പക്കനാൾ തോറും ദേവയാനിയുടെയും നയനയുടെയും പേരിൽ മൃത്യുഞ്ജയ അർച്ചന നടത്താൻ സാർ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുക. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ നിൽക്കും കേട്ടോ. അതിൻ്റെ ഗൃഹനില നോക്കിയ പുരോഹിതൻ ആ കുടുംബത്തിൻ്റെ കിടാവിളക്കാണ് ആ കുട്ടിയെന്നും പറഞ്ഞിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുക ദേവയാനിയോട്. ഇപ്പം അവരുടെയൊക്കെ ഒരു വിഷമം അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഈ ഒരു അകൽച്ച തന്നെയാണെന്നും തിരുമേനി പറയുക. മരുമകളുടെ ഗൃഹസ്ഥിതിയൊക്കെ നല്ലതായതുകൊണ്ട് മരുമകളുമായിട്ട് യോജിച്ചു പോകുന്നത് തന്നെയാണ് കേട്ടോ നല്ലതെന്നും പറഞ്ഞു. അപ്പോൾ ദേവയാനി ഇതൊക്കെ കേട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അത്രയും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. അദ്ദേഹം അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ആലോചനകളും കാര്യങ്ങളും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ കഴിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങി വരുന്ന ദേവയാനി കാണുന്നത് ഓട്ടോയിൽ വരുന്ന നയനയെയും അതുപോലെ തന്നെ കനകത്തിനെയുമാണ്. ഇവർ രണ്ടുപേരെയും കൂടെ കണ്ട് ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുക കേട്ടോ ദേവയാനി, നയനയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ. അപ്പോഴാണ് നയനയെ പിടിച്ചുകൊണ്ട് വരുന്ന കനകം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആരെ പറ്റിയാണോ ഞാൻ ചിന്തിച്ചത്, അവൾ തന്നെയാണല്ലോ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് ദേവയാനി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അവിടെയും ഭഗവാൻ അവളെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് പോലെ ഉണ്ടല്ലോ എന്ന് ദേവയാനി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. എങ്കിലും സത്യങ്ങൾ തെളിയുന്നത് വരെ ഞാൻ പഴയപടി തന്നെ മുന്നോട്ട് പോയേ പറ്റുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. അപ്പോഴേക്കും നമ്മൾ ഇവിടേക്ക് വരുമ്പോഴൊക്കെ ആദർശമോൻ്റെ അമ്മയെ കാണുകയാണല്ലോ എന്ന് കനകം അന്നേരം നയനയോട് പറഞ്ഞു. ഞാനിപ്പോൾ അമ്മയെ ഒരുപാട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നമ്മൾ അമ്മയുടെ മുന്നിൽ വന്ന് പെടുന്നതെന്ന് നയനയും പറഞ്ഞു. അങ്ങനെ അവരിങ്ങോട്ട് വരുന്നു, ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. സമയത്ത് ദേവയാനി അഹങ്കാരം കാണിച്ച് അങ്ങനെ പോകുമ്പോഴേക്കും അമ്മേ, ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്നോടൊന്ന് സംസാരിച്ചുകൂടെ എന്ന് നയന ദേവയാനിയോട് ചോദിക്കുവാണ്. അതിനിവിടെ കാഴ്ചക്കാർ ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ ബോധിപ്പിക്കാനായിട്ടെന്ന് ദേവയാനി നയനയോട് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ആദർശമോൻ്റെ അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതേ, അപ്പം തന്നെ കാണാനും പറ്റിയല്ലോ എന്ന് കനകം പറഞ്ഞു.
ഞാൻ പക്ഷേ നിങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടല്ല വന്നതെന്ന് ദേവയാനി. എന്നാലും ഒരു മയമുണ്ട് കേട്ടോ സംസാരത്തിനൊക്കെ, ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങളെ കാണുന്നതെന്ന് എനിക്കറിയില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ, ചിലപ്പോൾ അത്രയ്ക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എൻ്റെ മോള് ഈ അമ്മയെ കാണാനെന്ന് കനകം പറയണു. അപ്പോൾ ദേവയാനി ഇങ്ങനെ നയനെ നോക്കുക. അപ്പോൾ അമ്മയ്ക്ക് സുഖമല്ലേ എന്ന് നയന ചോദിച്ചു. നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് വിഷമമായി. സുഖമല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടേക്ക് ഒറ്റയ്ക്ക് വരുമോ എന്ന് ദേവയാനി ചോദിക്കാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നും ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഉള്ളിൽ ഇങ്ങനെ തേങ്ങുന്നുണ്ടെങ്കിലും പുറമേ അത് കാണിക്കാതെയാണ് പുള്ളിക്കാരി അങ്ങ് പോകുന്നത്. അത്രയും പറഞ്ഞ് ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നയന ഇങ്ങനെ ദേവയാനി തന്നെ നോക്കി നിൽക്കുക. പക്ഷേ പോയിട്ട് തിരിഞ്ഞു നിന്ന് ദേവയാനി നയനയെ നോക്കുവാണ്. നയന ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ദേവയാനി നോക്കുമെന്ന്. അപ്പോൾ നമുക്ക് ആദർശമോൻ്റെ അമ്മയുടെ മനസ്സ് മാറാൻ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കനകം നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോണു. ഈ സമയത്താണ് നമ്മുടെ ദേവയാനി ഇതന്വേഷിച്ച് ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് അപ്പോൾ അതൊരു നേഴ്സ് കൂടിയായിരുന്നു. ആ നേഴ്സിനെ പിടിച്ച് നിർത്തി ചോദിക്കാം, സുരഭിയെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നു, അതുപോലെ ഈ ഹോസ്പിറ്റലിൽ നിനക്ക് ജോലി വാങ്ങി തന്നത് എൻ്റെ റെക്കമെൻഡേഷനിലാണ്, അതൊക്കെ നിനക്ക് അറിയാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതൊക്കെ അറിയാമെന്ന് പുള്ളിക്കാരി പറയാം. അപ്പോൾ അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല, നിനക്ക് ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഒരു വലിയ തുക തന്നെ ഓഫർ ചെയ്തതെന്നും പറയുവാണ് ദേവയാനി. അതിന് പകരമായിട്ട് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോഴേ പുള്ളിക്കാരി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അത് ദൈവത്തിൻ്റെ മുന്നിൽ ഒരിക്കലും ഒരു തെറ്റല്ലെന്ന് പറയുമ്പം, മേഡം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളെ മറികടന്ന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടും എന്ന് ഈ പുള്ളിക്കാരി നമ്മുടെ ദേവയാനിയോട് പറയുമ്പോൾ, ഒരിക്കലും നീയാണ് അതെന്നോട് പറഞ്ഞതെന്ന് ഞാൻ ആരോടും പറയില്ല എന്ന് ദേവയാനി പുള്ളിക്കാരിക്ക് വാക്ക് കൊടുക്കുന്നു. എനിക്കറിയണം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ സഹായിച്ചത് ആരാണ് എന്നുള്ളത്, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഏകദേശം ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നും ദേവയാനി പറയുമോ. എങ്കിലും എൻ്റെ ഭർത്താവും മകനും ഒക്കെ എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താത്തപ്പോൾ തന്നെ എനിക്ക് മൊത്തത്തിലൊരു സംശയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതൊന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി എനിക്കെന്നും ദേവയാനി ആ പുള്ളിക്കാരോട് പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പോലും സത്യം പറയുന്നില്ല. അപ്പോൾ പിന്നെ നേഴ്സായി ഞാൻ സത്യം പറയുന്നത് ശരിയാണോ മേഡം എന്നിങ്ങനെ ചോദിക്കുന്നു ആ പുള്ളിക്കാരി. അപ്പോൾ നീ ഒരിക്കലും ചെയ്യുന്നത് വലിയൊരു തെറ്റല്ല സുരഭി, അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് ഈ കാശും കൊടുത്തിട്ട് ഇത് നിന്റെ കയ്യിൽ വെച്ചോ, 50,000 രൂപയുണ്ട്, ബാക്കി ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്നൊക്കെ ദേവയാനി ആ പുള്ളിക്കാരോട് പറയുക. അതാണ് പേടിച്ചാൽ നിൽക്കുന്നത്. ദയവ് ചെയ്ത് ആ സത്യം നീ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല മേഡം എനിക്കത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ സുരഭി അവിടെ നിന്ന് പോകുമ്പോഴേക്കും, എനിക്ക് ബ്ലഡ് തന്നതും അതുപോലെ എനിക്ക് കരള് തന്ന് സഹായിച്ചതും എൻ്റെ മരുമകളല്ലേ എന്ന് ദേവയാനി ഈ പുള്ളിക്കാരിയോട് അങ്ങ് ചോദിച്ചപ്പോഴേക്കും ആ പുള്ളിക്കാരി തിരിഞ്ഞൊരു നോട്ടവും നിപ്പും കൂടി. കണ്ണൊക്കെ കലങ്ങി മറിഞ്ഞ് കുടുകുടാന്ന് കണ്ണുനീരെഴുതിക്കൊണ്ടിരിക്കുക നമ്മുടെ ദേവയാനിയുടെ. അപ്പം എന്താ നീ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചു. അപ്പം നിൻ്റെ മുഖം പറയുന്നുണ്ടല്ലോ സത്യങ്ങളൊക്കെ, അല്ലേ? സത്യമല്ലേ അത്? എൻ്റെ മരുമകൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും അതൊന്നും മിണ്ടുന്നില്ല. ഒരു മഹാദാനത്തിലൂടെ എൻ്റെ ജീവൻ രക്ഷിച്ചത് എൻ്റെ മരുമകൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതെ, നയന തന്നെയാണ് എനിക്ക് കരൾ ദാനമായി തന്നതെന്ന് പറഞ്ഞപ്പോഴും ആ പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല. മരുമകൾ തന്നെയാണ് അമ്മായിയമ്മയുടെ ജീവൻ നിലനിർത്തിയത് അല്ലേ? നീ എന്തൊന്നും പറയാത്തതെന്ന് വീണ്ടും ചോദിക്കുക കേട്ടോ. അല്ലേ? അതല്ലേ സത്യം? പറ. അപ്പോൾ ഇത്രയും മേടം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ആ പുള്ളിക്കാരി പറഞ്ഞു. ആ കുട്ടിയാ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. അയ്യോ ദേവേനെ കിടക്കുന്നു തമ്പുരാനെ. വാകെ ഭയം എന്നല്ല, എന്താ പറയേണ്ടതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ദേവേനെ ഇങ്ങനെ നിൽക്കുന്നു, വിങ്ങിപ്പൊട്ടി. അപ്പം നിന്റെ നാവിൽ നിന്ന് സത്യം അറിയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് പറയണു. പക്ഷേ അത് നീ എന്നോട് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി, എങ്കിലും നിനക്ക് തരാം എന്ന് പറഞ്ഞ തുക അത് ഞാൻ തന്നിരിക്കുമെന്നും ഇത് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ട മേടാന്ന് പറയുമ്പോൾ ഇത് നീ വാങ്ങണം, ഇത് വാങ്ങാതെ നീ ഇരിക്കരുത്, എൻ്റെ കൂടെയുള്ള സകലരും എന്നെ പറ്റിക്കുകയായിരുന്നു എന്നും പിന്നെ അവരാരും ഇനി അറിയരുത് ഞാൻ ഇനി സത്യം മനസ്സിലാക്കി എന്നുള്ളതൊന്നും പറഞ്ഞു ദേവയാനി പറയുക. അതിന് നീ എന്നെ സഹായിച്ചേ പറ്റുമെന്നും പറഞ്ഞു. ഞാനിത് അറിഞ്ഞു എന്ന് നിന്റെ നാവിൽ നിന്ന് ആരും ഇത് അറിയാൻ പാടില്ലെന്നും ദേവയാനി ആ പുള്ളിക്കാരിയോട് പറയുന്നു. അതിനായിട്ട് ഇത് പിടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് എൻ്റെ കൈ പൈസ കൊടുത്തു. അപ്പോൾ ഞാൻ തോറ്റുപോയി, അവളുടെ മുന്നിൽ ഞാൻ തീർത്തും പരാജയപ്പെട്ടു പോയി സുരഭി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കരയുന്നത്. ഈ മത്സരത്തിൽ ഞാനാ തോറ്റത്, ഞാൻ മാത്രമാണ് തോറ്റതെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ഉരുകി തീരുക. ആ തോൽവി ഇനി എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്നും ദേവയാനി പറയണം. ദേവയാനി ഒതുങ്ങി മക്കളെ, ഒതുങ്ങി.
അവൾക്ക് മുകളിലല്ല, ഇനി ഞാനൊന്നും ഒരുപാട് താഴെയാണെന്നും ദേവയാനി ആ പുള്ളിക്കാരിയോട് പറഞ്ഞു നിന്ന് കരയണത്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ആരും ഇത് അറിയാൻ പാടില്ല, നമ്മൾ രണ്ടുപേരും അല്ലാതെ ആരും ഇത് അറിയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി തകർന്ന അടിഞ്ഞ മനസ്സുമായിട്ട് അങ്ങനെ പോവുക. എനിക്ക് എൻ്റെ ഭഗവാനെ കാണണം, ഭഗവാന്റെ മുന്നിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എനിക്ക് വിടണമെന്നും പറഞ്ഞ ദേവയാനി പോകുന്നത്. അത്ഭുതം പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം ദൈവം. അങ്ങനെ ദേവയാനി വീണ്ടും അമ്പലത്തിലേക്ക് പോവുക. അവിടെ ചെന്ന് കരഞ്ഞ് വിളിച്ച് നെഞ്ചിനിട്ടടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ദേവയാനി കേട്ടോ. ദേവയാനിക്ക് ഭയങ്കര വികാരഭരിതയായിട്ടാണ് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നത്. ദേവയാനി നിന്ന് കരഞ്ഞ് ദേവയാനി ഒരു പരുവത്തിലെത്തി. അപ്പോഴേക്കും തിരുമേനി ഇറങ്ങി വന്നു. ആഹാ, വീണ്ടും വന്നോ എന്നും ചോദിച്ചു. എന്തു പറ്റി, നടയടയ്ക്കാറായല്ലോ എന്ന് പറയുമ്പോൾ അതിനു മുൻപ് ഭഗവാനെ ഒന്ന് കാണണമെന്ന് തോന്നി എനിക്കെന്ന് പറഞ്ഞു ദേവയാനി. അപ്പം ദേവയാനിക്ക് അറിയാമല്ലോ, മനസ്സൊരുക്കി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റി തരുമെന്നുള്ളത്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഭഗവാനെ നോക്കുക. ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എത്ര വലിയ സങ്കടങ്ങൾ ഉള്ളിൽ വരുമ്പോഴും അതുകൊണ്ടാണ് മൂർത്തി സാർ ഇവിടെ അഭയം പ്രാപിക്കുന്നതെന്ന കാര്യവും തിരുമേനി ഇങ്ങനെ പറഞ്ഞു. കുടുംബക്ഷേത്രത്തിൽ അമ്മയെപ്പോലെ ഒരു ദേവി ഉള്ളപ്പോൾ ലോകത്തിലുള്ള അമ്പലങ്ങളിലൊക്കെ കറങ്ങി നടക്കും ചിലർ കുടുംബദേവതയെ മറന്നുകൊണ്ട്. കുടുംബത്തെ നിലനിർത്തുന്ന ദേവതയെ മറന്നുകൊണ്ട് ഏത് ലോകത്ത് പോയാലും ഏത് മഹാക്ഷേത്രത്തിൽ പോയാലും ആ ദേവതകൾ ഒരിക്കലും പ്രസാദിക്കില്ല എന്നും ആ തിരുമേനി ദേവയാനിയോട് പറയാം. കുടുംബദേവതയ്ക്ക് മുകളിലുള്ള അല്ല മറ്റു ദൈവമെന്നും പറഞ്ഞു. അപ്പം അതൊക്കെ എനിക്ക് അറിയാൻ തിരുമേനി. പിന്നെയും അവർ വന്നായിരുന്നല്ലോ ഇന്ന് നയനയും കനകവും വന്നായിരുന്നു എന്ന് പറഞ്ഞു. ദേവയാനി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അവർ വന്നതെന്ന് അദ്ദേഹം പറയാം. എന്നിട്ട് ഉടനെ അവർ പോയോ? അയ്യോ ഇല്ല, കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടാണ് പോയത്. ആ കൊച്ചിന് എന്തോ നല്ല സങ്കടമുണ്ട്. കാരണം ചോദിച്ചിട്ടാണെങ്കിൽ ആ കൊച്ചൊന്നും വിട്ടു പറഞ്ഞതുമില്ല. എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാവല്ലോ എന്ന് അദ്ദേഹം പറയാം. അപ്പോൾ അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് കഴിക്കണം. പക്ഷേ അങ്ങനെ ചെയ്താൽ എല്ലാവരും എല്ലാം അറിയുമല്ലോ എന്ന് ദേവയാനി ചിന്തിക്കുക. അപ്പം എന്താ ആലോചിക്കണമെന്ന് ചോദിച്ചു. അവരെന്തെങ്കിലും വഴിപാട് നടത്തിയോ എന്ന് ചോദിച്ചപ്പം നടത്തിയല്ലോ, കുങ്കുമാർച്ചന നടത്തി. ആ കുട്ടിയുടെ പേരിലല്ല, അതിൻ്റെ അമ്മായിയമ്മയുടെ പേരിലാണ്, അതായത് ദേവയാനിയുടെ പേരിലാണെന്ന് പറയുമ്പോൾ ദേവയാനി നടുങ്ങി ഇങ്ങനെ നിൽക്കുക. വീണ്ടും ദേവയാനിയെ തോപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നയന എന്ന് ദേവയാനി തിരിച്ചറിഞ്ഞു. അപ്പം അങ്ങനെ ദേവയാനി ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുമ്പോൾ അതല്ലെങ്കിലും അങ്ങനെയാ, ഇവിടെ വരുമ്പോഴൊക്കെ മോള് ദേവയാനിയുടെ പേരിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടെന്ന കാര്യവും അദ്ദേഹം പറയുവാണ്. പിന്നെ വലിയൊരു രോഗം വന്നതിന് ശേഷം അതിൻ്റെ അമ്മയും ആ കുട്ടിയൊക്കെ എപ്പോൾ വന്നാലും ആദ്യം വഴിപാടിന് പറയുന്ന പേര് ഇവിടുത്തെ പേര് തന്നെയാണെന്ന് ദേവയാനിയോട് പറയണം. അങ്ങനെ ദേവയാനി ഇതൊക്കെ കേട്ട് അന്തം വിട്ട് ഇങ്ങനെ ശരി തിരുമേനി എന്ന് പറഞ്ഞ് പോകാൻ നോക്കുക. മരുമകൾക്കേ അമ്മായിയമ്മേ ജീവനാ, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ മുറുകെ പിടിക്കണം എന്ന്. മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് കയറിപ്പോയി. വീണ്ടും ദേവയാനി അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പരുവായി ശരിക്കും പറഞ്ഞ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ വീട്ടിൽ അവരിരുന്ന് സംസാരിക്കുക. ദേവയാനി കരൾ ദാനമായി കൊടുത്ത പെൺകുട്ടിയെ കണ്ടെത്തിയേ തീരുമെന്നും പറഞ്ഞ് നടക്കുന്നത്. ഇനി അതിലേക്ക് ദേവയാനി എത്തിച്ചേരുമെന്ന് പറയാൻ പറ്റില്ലെന്ന് ഇങ്ങനെ അവർ പറയുമ്പോൾ ഇനിയിപ്പോൾ അവരറിയുന്നെങ്കിൽ അത് അറിഞ്ഞോട്ടേടാ, എത്രയെന്ന് വെച്ചാൽ നമ്മളിത് മറച്ചു വെക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം അമ്മയാണ് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എന്ന് മുത്തശ്ശി ഇത് പറഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു തീർന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ദേവയാനി വീട്ടിലേക്ക് വരിക. അങ്ങനെ അമ്മയെ കണ്ടപ്പോൾ അമ്മ വരുന്നുണ്ടല്ലോ എന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ദേവയാനി ഇങ്ങനെ കയറി വരുമ്പോൾ ഇവരെല്ലാവരെയും കണ്ടു. എവിടെയാ ദേവയാനി, ഞങ്ങളോടൊന്നും പറയാതെ നീ ചുറ്റിത്തിരിയുന്നതെന്ന് ജയൻ അന്നേരം ചോദിച്ചു കേട്ടോ. എൻ്റെ മോനിപ്പോൾ ഉറക്കമില്ലല്ലോ, അതുകൊണ്ട് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു ദേവയാനി. അപ്പോൾ അതിനെ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഇവന് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നമ്മുടെ മരുമകൾ ഇവിടെ വരണം എന്ന് അച്ഛൻ പറയണു ഭാര്യയോട്. നയനമോളെ പറ്റി ചിന്തിച്ചിട്ട് ഇവൻ ഓഫീസ് കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്ന കാര്യവും ജയൻ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ആദർശിൻ്റെ നേരെ ഇങ്ങനെ നോക്കി ദേവയാനി, എന്നാൽ പിന്നെ നിനക്ക് പോയി നയനെ വിളിച്ചുകൊണ്ട് വന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ വരാനാണെന്ന് അമ്മ ദേവയാനോട് ചോദിച്ചു. അമ്മായിയമ്മ പറയാതെ മരുമകളും വരത്തില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ എന്തിനാ കുട്ടി ഇങ്ങോട്ട് വരുന്നേ, വന്നാൽ തന്നെ ഏത് നേരവും ആ കൊച്ചിനെ കുറ്റപ്പെടുത്താനും ശാസിക്കാനും അല്ലേ നിനക്ക് നേരമുള്ളൂ എന്നും അമ്മ ചോദിച്ച് വഴക്ക് പറയുക ദേവയാനിയെ. അപ്പോൾ നിനക്ക് അവളെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാതെ ആയല്ലോ എന്ന് ദേവയാനി. അത് കേട്ടപ്പോൾ എന്താ സംശയമെന്ന് ചോദിച്ചു ജയൻ. മിക്ക ദമ്പതികളും വഴക്കും അടിയൊക്കെ ആയിട്ട് വേർപിരിഞ്ഞ് ഈ കാലത്ത് സ്വന്തം ഭാര്യയെ കാണാത്തത് കൊണ്ട് ഇവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് കേട്ടിട്ടൊന്നും ദേവയാനി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. അമ്മയ്ക്കൊപ്പം തന്നെ ഇവൻ്റെ ഭാര്യയെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു.
അമ്മയ്ക്കൊപ്പമൊന്നും ഇല്ല അച്ഛാ എന്ന് ആദർശ് അന്നേരം പറയുവാണേ. അമ്മ കഴിഞ്ഞിട്ടേ എനിക്ക് പിന്നെ ആരും ഉള്ളൂ എന്ന് നമ്മുടെ ആദർശ് പറയുമ്പോൾ മുത്തശ്ശി, എന്തിനാ മോനെ സത്യം മറച്ചു വെച്ച് നീ സംസാരിക്കുന്നേ? നിനക്കിപ്പോൾ നയനയുടെ ശബ്ദം കുറച്ചു നേരം കേൾക്കാതിരുന്നാൽ പോലും വിഷമമാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാ നീ മറച്ചു വയ്ക്കുന്നേ? അപ്പം അത് തിരിച്ചറിയാതെ പോയത് എനിക്കാണല്ലേ എന്ന് ദേവയാനി ചോദിച്ചേ. അപ്പം അമ്പലത്തിൽ പോയിട്ട് വന്നതല്ലേ, നമ്മുടെ മോൻ്റെ മനസ്സ് ഭഗവാൻ അറിയാം, അതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതെന്നും ജയൻ പറയണു. ഇവൻ്റെ സങ്കടം തീർക്കാൻ നയനമോൾക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല എന്നും ജയൻ ദേവയാനിയോട് പറയുമ്പോൾ ജയൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും ആദർശം. അതുകൊണ്ട് തന്നെ സുഖമില്ലാത്ത അച്ഛനും നയനമോളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജയേട്ടനും അമ്മയുമോ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ എന്താ സംശയം, ഞങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണെന്ന് മുത്തശ്ശി പറഞ്ഞു. നയനമോളുടെ കുറവ് അതേപടി തന്നെ നിലനിൽക്കുകയാണെന്നും പറഞ്ഞു. അതിനിനി വേറെ ആരും പകരമാവുകയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ദേവയാനി ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദേവയാനിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പം നീ എന്താ ഒന്നും പറയാതെ ഇവിടുന്ന് പോണേന്ന് ജയൻ നേരം ചോദിച്ചു. ഞാനെന്ത് പറയാനാണെന്ന് പറഞ്ഞു ദേവയാനി പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങ് പോവുക. അങ്ങനെ നടന്ന് ദേവയാനി പോയി കഴിഞ്ഞപ്പോൾ ആദർശും ജയനും അമ്മയും കൂടി ഇങ്ങനെ ആകെ നിരാശയിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ അമ്മയ്ക്കൊപ്പമാണ് അവളെന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് സത്യം തന്നെയല്ലേ, അതെന്നായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശി ആദർശിനോട് ചോദിച്ചു. അപ്പോൾ ആദർശ് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പുറം പോയിരുന്ന് നമ്മുടെ ദേവയാനി വാവിട്ട് കരയുക തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത്. അതായത് നയന ദേവയാനിക്ക് വേണ്ടി വഴിപാടുകളും കാര്യങ്ങളും നടത്താറുണ്ടെന്ന് പറയുന്നത് കേട്ടേ. അങ്ങനെ ദേവയാനിയുടെ അഹങ്കാരം തമ്പുരാനായിട്ട് തന്നെ അവസാനിപ്പിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്നത്തെ കഥയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ യഥാർത്ഥ എപ്പിസോഡ് വന്നു കഴിഞ്ഞു. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.